തോമസിന്റെ മരണവും സംസ്കാരവും തുടർന്ന് നടന്ന ചിതാഭസ്മ ഘോഷയാത്രയും സഭയെ ആക്ഷേപിക്കാനുള്ള ആയുധമാക്കിയ കോൺഗ്രസ് നേതൃത്വത്തോട് ആദ്യമേ തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. സ്മാർട്ടായിക്കൊള്ളുക. പക്ഷേ ഓവർ സ്മാർട്ടാക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ സ്ഥിര പ്രതിപക്ഷ സ്ഥാനം ലഭിച്ചേക്കാം. ക്രൈസ്തവ സഭകളെ അധിക്ഷേപിക്കാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും കൂട്ടരും ഓവർ സ്മാർട്ട്നെസ് കാണിക്കും മുമ്പ് ഒരു കണക്കെടുപ്പ് കൂടി നടത്തുക. ക്രൈസ്തവരുടെ വോട്ട് ലഭിക്കാതെ കോൺഗ്രസിന് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും എത്ര സീറ്റിൽ ജയിക്കാൻ കഴിയുമെന്ന കണക്കെടുപ്പ്. PT തോമസിന്റെ മരണനാൾ തൊട്ട് തുടങ്ങിയതാണ് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ കത്തോലിക്ക സഭയെയും സഭാ നേതൃത്വങ്ങളെയും ആക്രമിക്കൽ. കത്തോലിക്ക സഭയിലെ ചില വൈദികർ ചില സംഘടനകളോട് ചേർന്ന് നടത്തിയെന്ന് പറയപ്പെടുന്നതും എന്നാൽ സത്യത്തിൽ അവർ നടത്തിയിട്ടില്ലാത്തതുമായ ഒരു ശവഘോഷയാത്രയുടെ പേരിലാണ് അവർ സഭയെ ആക്ഷേപിച്ചു തുടങ്ങിയത്. ആ വിഷയത്തിൽ PT തോമസിനോടും കുടുംബത്തോടും കത്തോലിക്ക സഭാ നേതൃത്വം മാപ്പ് പറയണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നവരിൽ ക്രൈസ്തവ നാമധാരികളായ പല പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പോലും ഉണ്ടായിരുന്നു. ചെയ്യാത്ത തെറ്റിന് എന്തിനാണാവോ സഭ മാപ്പ് പറയുന്നത്? കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ അടക്കിയ ശവമഞ്ചം എടുത്തുയർത്തി പ്രതീകാത്മകമായി ശവഘോഷയാത്ര നടത്തിയതിനു ശേഷം സമാപനത്തിൽ ആ വിഷയത്തിൽ ഇടുക്കി ജനതയുടെ ഒപ്പം നിൽക്കാത്ത അന്നത്തെ ഇടുക്കി MP PT തോമസിന്റെ കോലം ആ സമ്മേളനത്തിൽ പങ്കെടുത്തവർ കത്തിച്ചു എന്നത് പരമാർത്ഥമാണ്. അതിനെയാണ് കോൺഗ്രസ് നേതൃത്വവും ചില മാധ്യമപ്രവർത്തകരും PT തോമസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശവമഞ്ചം പേറി സഭ ശവഘോഷയാത്ര നടത്തി എന്ന വിധത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ എന്താണെന്ന് സംഭവിച്ചതെന്നറിയാൻ ഈ വീഡിയോ കാണുക. ഈ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് ഞാൻ തന്നെയാണ്. നിങ്ങളിപ്പോൾ കണ്ട ഈ ചിത്രങ്ങളുടെ പിന്നിലുള്ള സത്യം ഇതാണ്. ഈ ശവപ്പെട്ടി വിമലഗിരിയിലുള്ള കുറച്ച് ആളുകൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. അത് ചെറുതോണി ടൗണിൽ എത്തുമ്പോൾ, ഞാൻ ചെറുതോണി ടൗണിൽ അപ്പോൾ സമരപന്തലിലുണ്ട്. അവിടെ എത്തിക്കഴിയുമ്പോൾ കുറേയേറെ ആളുകളുണ്ട്. പക്ഷേ ഒരു 10,000-ഓളം ആളുകൾ അവിടെയുണ്ട്. ഈ ആളുകളെല്ലാവരും കൂടി ചേർന്ന് ഈ ശവപ്പെട്ടിയുമായിട്ടൊരു പ്രകടനം നടത്താമെന്ന് തീരുമാനിച്ചു. ഈ ശവപ്പെട്ടിയിൽ ഒരു വശത്ത് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നും മറ്റൊരു സ്ഥലത്ത് കസ്തൂരി രംഗൻ റിപ്പോർട്ടും എന്നും അതിൻ്റെ മുൻവശത്ത് ഒരു തലയോട്ടിയുടെ ചിത്രവുമാണ് ഉണ്ടായിരുന്നത്. പുറകുവശത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ ശവപ്പെട്ടിയുടേത്. ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ശവപ്പെട്ടിയുടെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ശവപ്പെട്ടിയുമായിട്ട്, അതായത് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടാണ് ശവപ്പെട്ടിയിൽ എന്നുള്ള ആ തരത്തിലാണ് ആ ശവപ്പെട്ടിയുമായിട്ട് വരുന്നത്. അത് ചെറുതോണി ടൗണിലൂടെ ഒരു പ്രദക്ഷിണമായിട്ട് വരുന്നു. ചെറിയ എന്തൊക്കെയോ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഇതിനകത്ത് ഒരു സ്ഥലത്തും ഈ ശവപ്പെട്ടിയിൽ PT തോമസിൻ്റെ പടമോ ചിത്രമോ ഉണ്ടായിരുന്നില്ല. ഇവിടെ PT തോമസിനെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ശവപ്പെട്ടിയുമായിട്ട് ബന്ധപ്പെട്ടില്ല. അവിടെ ഒപ്പീസ് ചെല്ലിയിട്ടില്ല. ഈ ശവപ്പെട്ടി അടക്കിയിട്ടില്ല. PT തോമസിന്റെ പേര് പോലും അവിടെ പറഞ്ഞിട്ടില്ല. PT തോമസിന്റെ മരണനാൾ തൊട്ട് കോൺഗ്രസ് നേതൃത്വം തുടങ്ങിയ സഭയെ ആക്ഷേപിക്കൽ ഇനിയും അവസാനിപ്പിക്കാതെ കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ അവഹേളിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ 2 ദിവസം മുമ്പ് കൊച്ചിയിൽ നിന്ന് ഇടുക്കിയിലേക്ക് ചിതാഭസ്മ ഘോഷയാത്രയും നടത്തിയിരുന്നു. മതപരമായ വിഷയങ്ങളിൽ തീർത്തും സ്വതന്ത്ര നിലപാടുകളായി മുന്നോട്ടു പോവുകയും അക്രൈസ്തവ ആചാരങ്ങൾ പരസ്യമായി പിന്തുടരുകയും ചെയ്യുകയും തന്റെ ശരീരം മറ്റ് മതാചാരപ്രകാരം ശവദാഹം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്ത PT തോമസിനോട് സഭ കാണിച്ച അത്ര ഔദാര്യവും ബഹുമാനവും കോൺഗ്രസ് പാർട്ടി കാണിച്ചിട്ടില്ല എന്നതല്ലേ യാഥാർത്ഥ്യം? വലിയ കഴിവും സമർപ്പണവുമുണ്ട് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ഒരു മന്ത്രിസ്ഥാനത്തേക്കെങ്കിലും പരിഗണിക്കാതിരുന്നത്?
എന്തിന് ഒരു MLA-യോ MP-യോ ആകാൻ സീറ്റ് നൽകാൻ എന്തുകൊണ്ട് ഇത്ര വൈകി? ഇപ്പോൾ കത്തോലിക്ക സഭയെ വിമർശിക്കാൻ മുന്നിട്ടിറങ്ങിയവരൊക്കെ അന്നും കേരള രാഷ്ട്രീയത്തിൽ തലയെടുപ്പോടെ ഉണ്ടായിരുന്നല്ലോ. തന്റെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ ഒളിഞ്ഞും തെളിഞ്ഞും കത്തോലിക്ക സഭയെയും സഭാ നേതൃത്വത്തെയും അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയും കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായ വിശ്വാസ ജീവിതം നയിക്കുകയും ചെയ്തിട്ടും കത്തോലിക്ക സഭാ നേതൃത്വം PT തോമസ് എന്ന സഭാ വിമർശകന്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ അവസരം നൽകിയെന്നോർക്കുക. അതും സഭയുടെ എഴുതപ്പെട്ട പല നിയമങ്ങളും മാറ്റിവെച്ചുകൊണ്ട്. സഭാ നേതൃത്വം കാണിച്ച ആ വലിയ ഔദാര്യത്തെ പോലും മുതലെടുത്ത് സഭയെ പരോക്ഷമായി അവഹേളിക്കാൻ കൊച്ചിയിൽ നിന്ന് ഇടുക്കിയിലേക്ക് ചിതാഭസ്മ ഘോഷയാത്ര സംഘടിപ്പിച്ച കോൺഗ്രസ് നേതൃത്വം അത്തരമൊരു ചിതാഭസ്മ ഘോഷയാത്ര ചിതാഭസ്മം മറ്റു മതവിശ്വാസ പ്രകാരം പുഴകളിൽ നിക്ഷേപിക്കാൻ കൊണ്ടുപോകുമ്പോൾ നടത്തുമോ? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും ക്രൈസ്തവ സഭകളെ ചിതാഭസ്മ ഘോഷയാത്ര വഴി കോൺഗ്രസ് നേതൃത്വം അവഹേളിക്കാൻ ശ്രമിച്ചു എന്ന് വേണം വിശ്വസിക്കാൻ. അതിന് പിന്നിലെ നിഗൂഢ ലക്ഷ്യം പകൽ പോലെ വ്യക്തവുമാണ്. ക്രൈസ്തവരായ കോൺഗ്രസ് അനുഭാവികളെ ക്രൈസ്തവർക്കെതിരെ തിരിച്ചുവിടുക. പക്ഷേ സത്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് എന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രത്യേക കാരണങ്ങളാൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായ ക്രൈസ്തവർ കോൺഗ്രസിനോട് മുഖം തിരിച്ചിരുന്നു. കോൺഗ്രസിന്റെ വമ്പൻ പരാജയത്തിന്റെ പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് അതുതന്നെയായിരുന്നു. അതിനവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ കണ്ടെത്തി അത് തിരുത്തി അവരെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയല്ലേ ഒരു വിവേകമുള്ള നേതൃത്വം ചെയ്യുക? അതിനു പകരം ഇനിയും ക്രൈസ്തവ സഭകളോട് അതിനെ പ്രതി പകവീട്ടി ആക്ഷേപിക്കാനാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ശ്രമം തുടരുന്നതെങ്കിൽ അത് ആത്മഹത്യാപരമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇത്തരം മണ്ടത്തരങ്ങളെ വിമർശിക്കാനും തിരുത്താനും കോൺഗ്രസ് അനുഭാവികളായ ക്രൈസ്തവർ തന്നെ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഇനി കോൺഗ്രസ് പാർട്ടിക്ക് ക്രൈസ്തവ സമുദായത്തിന്റെ വിശ്വാസം വീണ്ടും കേരളത്തിൽ ആർജിച്ചെടുക്കാൻ കഴിയൂ എന്ന് മാത്രം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.